ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരുണാകരൻ കൈലാഷിനോട് ഇവർ ചിട്ടി നടത്തുന്നതിനെക്കുറിച്ച്, സ്റ്റാഫുകൾ ചിട്ടി നടത്തുന്നതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ട കൈലാഷ് പറയുകയാണ്, കരുണാകരൻ സാർ, നിങ്ങൾക്ക് ഈ സ്റ്റാഫുകളോട് കുറച്ച് മര്യാദയോട് കൂടി സംസാരിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്. ഇവർ ചിട്ടി നടത്തുന്നതിന് നിങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത്, ഈ സ്റ്റാഫുകളെ മുഴുവനും ഇവിടെ നിന്ന് പിരിച്ചുവിടും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോയാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ ഈ സ്റ്റാഫുകൾ ഒരാളെങ്കിലും ഈ കമ്പനി വിട്ടു പോയി കഴിഞ്ഞാൽ അത് ഈ കമ്പനിക്ക് നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇവർ ചിട്ടി നടത്തുന്നത് കൊണ്ട് നമ്മുടെ കമ്പനിയും ഈ ചിട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സഹായവുമാണ് ഈ ചിട്ടി നടത്തുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്നത്. പിന്നെ എന്താ കരുണാകരൻ സാർ വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് കരുണാകരനെ കൈലാഷ് അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. കരുണാകരൻ സാറിനോട് എനിക്ക് നല്ല ബഹുമാനമൊക്കെ ഉണ്ട്. കാരണം ഈ കമ്പനി എൻ്റെ അച്ഛൻ തുടങ്ങുന്ന അന്ന് മുതൽ ഇന്ന് വരെയും കരുണാകരൻ സാർ ഈ കമ്പനിയിൽ ജോലിക്കുണ്ട്. അതിൻ്റെ ഒരു ബഹുമാനവും സ്ഥാനവും അധികാരവും ഒക്കെ കരുണാകരൻ സാറിന് ഇവിടെയുണ്ട്. പക്ഷേ അതെല്ലാം കരുണാകരൻ സാർ വെറുതെ കളഞ്ഞു കൊളിക്കരുത് എന്ന് പറയട്ടെ. അതൊക്കെ കേൾക്കുമ്പോൾ കരുണാകരന് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ്. അങ്ങനെ മോഹനനും പ്രിയനും പറയുകയാണ്, ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഈ കമ്പനി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ പറഞ്ഞയച്ച ശേഷം മറ്റു സ്റ്റാഫുകളെ വെച്ച് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അതിനും പോരാത്തതിന് ഞങ്ങളെ ഓരോരുത്തരെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ഈ കരുണാകരൻ സാർ പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ കരുണാകരനോട് കൈലാഷ് പറയാണ്, ഇനി മേലിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. ഇവർ ചിട്ടി നടത്തുന്നത് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഒരു ദോഷവും വരില്ല എന്ന് പറയാണ്. അങ്ങനെ കൈലാഷ് പറയണേ, എങ്കിൽ ഈ ചിട്ടിയിൽ ഞാൻ കൂടി ചേർന്നാലോ, എന്നെ നിങ്ങൾ ചേർത്തുമോ നിഷ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ സാർ എന്ന് പറയണം. അങ്ങനെ കൈലാഷ് ആ ചിട്ടിയിലുണ്ട് എന്ന് പറയണം. അതേപോലെ മുക്തയോട് പറയണം, മുക്ത നീയും ഈ ചിട്ടിയിൽ ചേർന്നോളൂ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് മുക്ത പറയട്ടെ. അപ്പോൾ അരവിന്ദനോട് പറയാം, അരവിന്ദ നിനക്ക് ഈ ചിട്ടിയിൽ ചേരണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചിട്ടിയിൽ ചേർന്നതൊന്നും ഒരു കുഴപ്പവുമില്ല, പക്ഷേ എൻ്റെ മാസമുള്ള തുക അത് കൈലാഷ് അങ്ങ് കൊടുത്താൽ മതി എന്ന് അരവിന്ദൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്ടോ. എന്നിട്ട് ഓരോരുത്തരും ജോലിയിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് പ്രിയം പറയുകയാണ്, നമ്മൾ ഇത്രയും നേരം ഇവിടെ ഈ സമയം ചെലവാക്കിയതിന് അതിന് എക്സ്ട്രാ നമ്മൾ ജോലി ചെയ്തിരിക്കും, എക്സ്ട്രാ അതിനുള്ള മണിക്കൂർ കൂടി ജോലി ചെയ്തിരിക്കും എന്ന് പറയുമ്പോൾ കരുണാകരനോട് കൈലാഷ് പറയണ, കണ്ടില്ലേ ഇത്രയും നല്ല സ്റ്റാഫുകളെയാണ് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അവരോട് നമ്മൾ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ അവർ തിരിച്ചും ആ സ്നേഹം നമ്മോടും കമ്പനിയോടും കാണിക്കും പറഞ്ഞ് കരുണാകരനെ അങ്ങ് ഉപദേശിക്കുകയാണ്. പിന്നീട് എല്ലാ സ്റ്റാഫുകളും ജോലി കഴിഞ്ഞ ശേഷം എല്ലാവരും ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രേവതി മാത്രം ടെൻഷനോട് കൂടി ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് പാർവതിയും ജയന്തിയും സൗസവും ചോദിക്കുകയാണ്, എന്താണ് രേവതി നിനക്ക് പറ്റിയത്? നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? നീ വല്ലാതെ ടെൻഷനിലായിട്ടുണ്ടല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാം. സൗസ് തമാശയോട് കൂടി പറയണേ, രേവതി നീ എന്താ നിന്റെ കല്യാണ ചെറുക്കനെ കുറിച്ച് മാത്രം ഓർത്തിരിക്കുകയാണോ? അതുകൊണ്ടാണോ നിനക്ക് ഭക്ഷണമൊന്നും ഇറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി ചിരിക്കുക പോലും ചെയ്യാതെ വിഷമത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സങ്കടത്തോട് കൂടി കരഞ്ഞുകൊണ്ടങ്ങ് എണീറ്റ് പോവട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രിയൻ ശ്രദ്ധിക്കുന്നുണ്ട്. രേവതിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നത്തിലാണ് രേവതി പെട്ടിട്ടുള്ളത്. അതെന്താണെങ്കിലും എനിക്കത് ചോദിച്ചറിയണം എന്ന് പ്രിയം മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് പ്രിയൻ ചെല്ലുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിച്ചറിയുകയാണ്, എന്താണ് രേവതി നിന്റെ പ്രശ്നം? നിനക്കെന്താ ഈ വിവാഹത്തിന് ഇഷ്ടമല്ല? അതല്ല നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം, ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം, നിന്റെ എല്ലാ പ്രശ്നവും ഞാൻ പരിഹരിച്ച് തന്നോളാം, എന്താണെങ്കിലും മടി കൂടാതെ പറഞ്ഞോ എന്ന് പറയട്ടോ. അങ്ങനെ രേവതി നിവൃത്തിയില്ലാതെ പ്രിയൻ ഓരോന്ന് ചോദിച്ചറിയുന്ന സമയത്ത് രഘുവിനെ കുറിച്ച് അങ്ങ് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അത് രഘുവിനെ കുറിച്ച് അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും രഘു അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് രേവതി എന്ന് പറഞ്ഞ് ഉറക്കെ അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രേവതി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയനും ഇതെന്താ രഘു ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ പ്രിയനൊന്ന് സംശയത്തോട് കൂടിയിട്ടാണ് രഘുവിനെ നോക്കുന്നത്. എന്നിട്ട് രഘു രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ, എന്താ രേവതി നിനക്ക് പേടിയൊക്കെ മാറിയോ? നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എതെന്താ രഘു നീ അങ്ങനെ പറഞ്ഞത്? എന്ത് പേടി? എന്തിനാണ് രേവതി നിന്നെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പ്രിയ, ഇവൾ ഈ രേവതി 6 പീസ് ക്ലോത്താണ് കേടാക്കി വെച്ചിട്ടുള്ളത്, അത് ശരിയാക്കാനാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൾ ഇതുവരെയും അത് ശരിയാക്കിയിട്ടില്ല. ഞാൻ കരുണാകരൻ സാറിനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ പ്രിയം പറയണേ, നിന്നോട് ആര് പറഞ്ഞു ക്വാളിറ്റി ചെക്കിങ്ങിലൊക്കെ നീ തലയിടാൻ? നിനക്ക് നിന്റെ പണി നോക്കിയാൽ പോരെ? 6 പീസല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ രഘു രേവതിയോട് അർത്ഥം വെച്ചിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു തന്നാൽ നിനക്ക് തന്നെയാണ് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് നീ തന്നെ ഒന്ന് ഓർത്തോ എന്ന് പറഞ്ഞിട്ട് രഘു അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ രേവതി അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ പ്രിയന് കൂടുതൽ സംശയം വരികയാണ്. അങ്ങനെ പ്രിയൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു തീരുമാനം
തീരുമാനത്തിലെത്തുകയാണ്. എനിക്ക് എൻ്റെ ഈ വീഡിയോ പുറത്തു വന്നാൽ എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാവും. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവർക്കും അത് സഹിക്കാൻ കഴിയാതെ എല്ലാവരും ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. പിന്നെ അവൻ്റെ കയ്യിലുള്ള ഓരോ പെൺകുട്ടികളുടെയും വീഡിയോ ഞാൻ മരിച്ചതോടുകൂടി അവന് പിന്നെ പേടിയായി അവൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രേവതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും പ്രിയന് സംശയം വരുന്നുണ്ട്. അങ്ങനെ പ്രിയൻ രേവതിയെ തേടി വരുന്ന സമയത്താണ് രേവതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് പ്രിയൻ കാണുന്നത്. അതോടുകൂടി രേവതിയെ പിന്നെ പ്രിയനാണ് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ പ്രിയൻ എല്ലാ കാര്യങ്ങളും രേവതിയോട് ചോദിച്ചറിയുകയാണ്. എന്തിനാണ് നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത്? എന്താണ് കാരണം? നീ എന്നോട് എല്ലാ സത്യവും തുറന്ന് പറഞ്ഞ് മതിയാവൂ എന്ന് പറയട്ടോ. അങ്ങനെ രേവതി എല്ലാ സത്യവും പ്രിയനോട് പറയുകയാണ്. രഘുവിൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഇവിടെ ജോലിക്ക് വരുന്ന എല്ലാവരുടെയും വീഡിയോ ഉണ്ട്. അവൻ അത് ഡ്രസ്സ് മാറുന്ന റൂമിൽ കൊണ്ടുപോയി വെച്ച ശേഷം അവൻ അതിലെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ പകർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന സമയത്ത് പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയൻ രേവതിയോട് പറയണ ഒരു കാര്യം ചെയ്യേ, നീ ഒന്നും അറിയാത്തതുപോലെ തന്നെ രഘു പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞിടത്തേക്ക് നീ ചെല്ലണം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ രേവതിയോട് പ്രിയൻ ഒരു കാര്യം പറയണ, ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം നീ എല്ലാ കാര്യവും ചെയ്യാൻ. ഇതോടുകൂടി രഘുവിൻ്റെ മുഖം മൂടി ഞാൻ അഴിച്ചെടുത്തോണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയൻ പിന്നെ നേരെ രേവതിയെയും കൂട്ടി കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കൈലാഷിനോട് രേവതിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറയട്ടോ. അങ്ങനെ രേവതി കൈലാഷിൻ്റെ മുന്നിൽ വെച്ച് എല്ലാ കാര്യവും രഘു ചെയ്ത ദ്രോഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയുന്ന സമയത്ത് കൈലാഷിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ കൈലാഷ് എടുത്തു ചാടി രഘുവിനെ ഇപ്പം തന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവന് കണക്കിന് കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് കൈലാഷിനോട് പറയണേ, സാർ എനിക്ക് കുറച്ച് സമയം കൂടി തരണം. രഘുവിൻ്റെ മുഖം മൂടി ഞാൻ തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരാം. അതുവരെ എനിക്ക് കുറച്ച് സമയം താ എന്ന് പറയും. രേവതിയോട് രഘുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറയണേ. അങ്ങനെ രഘു രേവതിയോട് പറയണേ, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. ഇന്ന് ഇവിടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് നീ മാത്രം തിരിച്ചു പോവാൻ പാടില്ല. നീ ഈ റൂമിലേക്ക് വരണം എന്ന് പറയട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്ന് പറയട്ടോ. അങ്ങനെ രഘു പറഞ്ഞതുപോലെ സ്റ്റോക്ക് റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ രഘു കൂടി ഉണ്ടാവട്ടോ. അങ്ങനെ രഘു രേവതിയോട് മോശമായി പെരുമാറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് പ്രിയൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പ്രിയൻ രഘുവിൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും മുന്നിലേക്ക് രഘു അങ്ങ് കൊണ്ടു ചെല്ലുകയാണ്. എന്നിട്ട് കൈലാഷിൻ്റെ കാൽ കീഴിലേക്ക് രഘുവിനെ അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കരുണാകരനടക്കം എല്ലാവരും വരികയാണ്. എന്നിട്ട് രഘുവിനെ കൊണ്ട് എല്ലാ സത്യവും തുറന്നു പറയിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയൻ്റെ കയ്യിൽ നിന്നും രഘുവിനെ കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റാഫുകളും വന്ന് നിൽക്കുന്ന സമയത്താണ് രഘുവിനെ കൊണ്ട് ഈ സത്യം തുറന്നു പറയിപ്പിക്കുന്നത്. അപ്പോൾ പാർവതി അടക്കം എല്ലാവരും ഉണ്ടാവും. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുന്നത്, എന്തിനാണാവോ ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, എന്താണാവോ ഇയാൾ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് പ്രിയനെ പാർവതി നോക്കുന്നത്. അപ്പോഴാണ് രഘു എല്ലാ സത്യവും തുറന്നു പറയുന്നത്. ഞാൻ സ്ത്രീകൾ മാറുന്ന ഡ്രസ്സിംഗ് റൂമിൽ ഒരു മൊബൈൽ വെച്ച് ക്യാമറ ഓണാക്കി മൊബൈൽ വെച്ച് അതിൽ അവരുടെ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി പാർവതി അങ്ങ് ഷോക്കായി പോവുകയാണ്. പ്രിയനാണ് സ്ത്രീകളുടെ വീഡിയോ എടുത്തത് എന്നാണ് നിങ്ങൾ എല്ലാവരും കരുതിയത്, പക്ഷേ ഞാനാണ് അത് ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് പാർവതി അങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രിയനെ വെറുതെ തെറ്റിദ്ധരിച്ചതാണല്ലോ എന്നുള്ള കുറ്റബോധം പാർവതിയുടെ മനസ്സിലേക്ക് വരാൻ കേട്ടോ. അങ്ങനെ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും രഘു പറഞ്ഞു കൊടുത്തതോടുകൂടി പാർവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നിരപരാധിയായ പ്രിയനെയാണോ ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത്? അപ്പോൾ എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ്, പ്രിയൻ ഒരു പാവമായിരുന്നു. എന്നിട്ട് ഞാൻ കാരണം പ്രിയനെ എന്തുമാത്രം അധികം ഞാൻ ഉപദ്രവിച്ചു, എന്തുമാത്രം അധികം ഞാൻ ഓരോ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചു എന്നൊക്കെയുള്ള ആ ഒരു കുറ്റബോധം പാർവതിയുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ പാർവതി ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കൈലാഷ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇവനെ വെറുതെ വിടരുത്. ഇവിടെയുള്ള ഓരോ സ്ത്രീകളോടും ഇവൻ മോശമായി പെരുമാറിയതിന് ഇവിടെയുള്ള ഓരോ സ്ത്രീകളുമാണ് ഇവനെ കാരണം അടിച്ചു പൊട്ടിക്കേണ്ടത്. ഇവനെ വെറുതെ വിടരുത്. നമ്മൾ ആരും ഇവനെ കൈവയ്ക്കരുത്. അതിനേക്കാളും വേദന ഇവന് ഈ നിൽക്കുന്ന സ്ത്രീകൾ വെച്ചാലാണ് ഇവൻ ഒരു പാഠം പഠിക്കൂ എന്ന് പറഞ്ഞ് കൈലാഷ് അവിടെയുള്ള എല്ലാ സ്ത്രീകളെ കൊണ്ടും ഒരുപാടങ്ങ് രഘുവിനെ അടിപ്പിക്കുകയാണ്. അതും ചെരുപ്പ് ഊരിയിട്ടൊക്കെയാണ് അടിക്കുന്നത്. അപ്പോഴൊക്കെ പാർവതി അമ്പിച്ചു നിൽക്കുകയാണ്. രഘു തെറ്റ് ചെയ്തതിന് ഞാൻ പ്രിയനെ വെറുതെ സംശയിച്ചു, നിരപരാധിയായ പ്രിയനെ ഞാൻ എന്തുമാത്രം അധികം ദ്രോഹിച്ചു എന്നുള്ള ആ ഒരു കുറ്റബോധം പാർവതിയുടെ മനസ്സിലേക്ക് ആർത്തുലച്ചു വരികയാണ്. അങ്ങനെ പാർവതി സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി പാർവതിയോട് കൈലാഷ് പറയുന്നുണ്ട്,
പാർവതി നീ എന്താ മാറി നിൽക്കുന്നത്? നീയാണ് രഘുവിന് കണക്കിന് കൊടുക്കേണ്ടത്. കാരണം നീ വെറുതെ സംശയിച്ചത് കൊണ്ടല്ലേ, നീ പ്രിയനെ സംശയിച്ചത് കൊണ്ടല്ലേ യഥാർത്ഥ പ്രതിയായ രഘുവിനെ കബളിപ്പിച്ച് പ്രിയനെ ജയിലിലാക്കാൻ വേണ്ടി കൂട്ടുനിന്നത്. അതുകൊണ്ട് നീ കൊടുക്കണം കണക്കിന് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പാർവതി അപ്പോൾ രഘുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കാലിലെ ചെരുപ്പൂരി രഘുവിനെ കണക്കിന് കൊടുക്കുന്നുണ്ടോ. അങ്ങനെ എല്ലാ സ്റ്റാഫുകളും കൂടി രഘുവിനെ തലങ്ങും വിലങ്ങും മാറി മാറി അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഘു പാതി ജീവനാവുകയാണ്. അപ്പോഴത്തേക്കും കൈലാഷ് പറയാണ് മതി, ഇനി നിർത്ത്, ഇനി ഇവൻ്റെ ഒരു വീഡിയോ എടുക്കണം, അതും ഇവനെ കൊണ്ട് തന്നെ എല്ലാ സത്യവും പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എടുക്കേണ്ടത്. ഇവന് ഇനി മറ്റൊരു കമ്പനിയിൽ ചെന്നാലും ജോലി കിട്ടരുത്, അവൻ ഇനി ഒരു സ്ത്രീകളോടും ഇതുപോലെ മോശമായി പെരുമാറുകയും ചെയ്യരുത്. അതുകൊണ്ട് ഇവൻ്റെ വീഡിയോ എടുത്ത് ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടണം. എന്നിട്ട് ഇവനെ ആളുകൾ കാണുന്ന സമയത്ത് കാർക്കിച്ച് തുപ്പണം. നീ ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എടുക്കുക എന്ന് പറയണം. രഘുവിനെ ആ കമ്പനിയിൽ നിന്നും പുറത്താക്കുകയാണ്. അങ്ങനെ കരുണാകരന്റെ കയ്യിൽ നിന്നും കണക്കിന് രഘുവിന് കിട്ടുന്നുണ്ട്. പാർവതിക്ക് പ്രിയൻ നിരപരാധിയാണെന്നുള്ള ആ സത്യം മനസ്സിലാവുകയാണ്. അപ്പോൾ പാർവതിക്ക് പ്രിയനോട് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. ഞാൻ ഈ ചെയ്ത ദ്രോഹത്തിനെല്ലാം എങ്ങനെ ഞാൻ പ്രിയനോട് ഞാൻ മാപ്പ് ചോദിക്കും എന്നുള്ള ഒരു കുറ്റബോധത്തോട് കൂടിയിട്ടാണ് പ്രിയന്റെ അടുത്തേക്ക് പാർവതി ചെല്ലുന്നത്. മാപ്പ് പറഞ്ഞാൽ പോലും തീരാത്ത അത്ര ദ്രോഹമാണല്ലോ ഞാൻ പ്രിയനോട് ഞാൻ ചെയ്തത് എന്നുള്ള സങ്കടത്തിലാണ് പാർവതി പ്രിയന്റെ അടുത്തേക്ക് ചെല്ലുന്നത്.